പറഞ്ഞതാ ക്രിസ്മസ് അങ്ങ് പെട്ടെന്ന് വന്നു. ഒട്ടും സമയമില്ലാഞ്ഞോണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു പുൽക്കൂട് സെറ്റ് ചെയ്തു. പള്ളിയിൽ നിന്ന് ക്യാരൽ വരുന്നുണ്ടായിരുന്നു 23rd. അപ്പോൾ 22nd വൈകിട്ടാണ് നമ്മൾ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒരുക്കുന്നത്. നമ്മൾ ഇത്തവണ വീടിൻ്റെ അകത്ത് തന്നെയാണ് ക്രിസ്മസ് ട്രീ പുറത്തും പുൽക്കൂട് വീടിൻ്റെ അകത്തുമാണ് സെറ്റ് ചെയ്തത്. ഒരു ഇൻഡോർ പ്ലാന്റ് നമ്മുടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റിനും ഓൾറെഡി ഗ്രീൻ ഗ്രാസ്, ആർട്ടിഫിഷ്യൽ ഗ്രാസ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോൺസ് ഒക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തവണ നമ്മൾ അതുകൊണ്ട് പുൽക്കൂട് അകത്ത് തന്നെ സെറ്റ് ചെയ്തത്. അപ്പം ആ ഒരു ഡാർക്ക്നെസ്സിൽ ലൈറ്റ് വലുതായിട്ട് നല്ല ഫീലും കിട്ടി. പിന്നെ നമ്മൾ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് ആക്ച്വലി ഫ്ലവേഴ്സാണ്. ഒരു യെല്ലോ ഫ്ലവേഴ്സ്, അത്യാവശ്യം പൊക്കമുള്ളൊരു ഫ്ലവേഴ്സ് നമ്മൾ ഹൗസ് വാമിങ്ങിന് വാങ്ങിയതായിരുന്നേ. അപ്പം അതിൽ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിനും ക്രിസ്മസ് ട്രീയും പൊളി വൈബായി. അങ്ങനെ നമ്മുടെ ക്യാരൽ എത്തിയിരിക്കുകയാണ്. 23rd ഈവനിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ വീടായിരുന്നു ലാസ്റ്റ് വീട് പള്ളിയിൽ നിന്നുള്ളത്. അപ്പം പിള്ളേരൊക്കെ പൊളി വൈബിലാണ്. ഓൾമോസ്റ്റ് ഒരു 100 പേര് അടുപ്പിച്ച് നമുക്കന്നുണ്ടായിരുന്നു. ലാസ്റ്റ് വീടായതുകൊണ്ട് തന്നെ കരോള് തീരുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിലായിരുന്നു എല്ലാവരും. ഒരു 12:30 1 o'clock ആയി രാത്രിയിലെത്തിയപ്പോൾ തന്നെ. അതിന് ശേഷം എല്ലാവരും അടിച്ച് പൊളിച്ച് ഫുഡൊക്കെ കഴിച്ച് ലാവിഷായിട്ട് എൻജോയ് ചെയ്ത് പോയി. പിറ്റേന്ന് രാവിലെ നമുക്ക് സമയമായി ബ്രാഞ്ചിലെത്തിയിരിക്കുകയാണ്. അന്ന് 24th ആണ്. നമുക്ക് ഒരു ദിവസം കൊണ്ട് നെക്സ്റ്റ് ഹോളിഡേ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാങ്കിങ് ടൈമെല്ലാം കഴിഞ്ഞ ശേഷം കൊളീഗ്സ് എല്ലാവരും കൂടി ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു, പിന്നെ വൈനും ഉണ്ടായിരുന്നു. അതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ കുറച്ച് ടൈമൊന്ന് ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു. അപ്പം ഒരിക്കലും നമ്മൾ ക്രിസ്മസിന് അവോയ്ഡ് ചെയ്യാത്ത ഒരു സംഗതിയാണ് ഈ ഒരു ഒരുമിച്ച് കിട്ടുന്ന ആ ഒരു 1 hour സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്. അതിലും എല്ലാവർക്കും നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ ആ ഒരു ഓളം വൈബൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ നമുക്ക് ക്രിസ്മസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അതായത് ഒരാളിന് ലോട്ടിട്ട് പേരെടുക്കുന്ന ആളിനെ ക്രിസ്മസ് ഫ്രണ്ടായിട്ട് ചൂസ് ചെയ്യുന്നു. ആ ആൾക്ക് നമ്മൾ ക്രിസ്മസിനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മളതെല്ലാം ഓൾറെഡി ഒരു 1 week അഡ്വാൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്രിസ്മസ് ട്രീയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ നമ്മൾ കാണുന്നതാണ്. എല്ലാവരുടെയും കൂടെ ഗിഫ്റ്റ് ഒരുമിച്ച് വെച്ചിട്ട് ഫോട്ടോ എടുത്തതാണ്. അപ്പം ഞങ്ങൾ ഫൈനലി ഒരു പിക്കൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ പിരിഞ്ഞു, ബ്രാഞ്ചിൽ നിന്ന് പിരിഞ്ഞു. പിറ്റേന്ന് പള്ളിയിൽ പോയി. പെട്ടെന്നല്ലേ സമയം പോകുന്നത്, ഉച്ചയായി. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ബീഫ് സെപ്പറേറ്റ് കുക്കറിലിട്ട് വേവിച്ചെടുക്കുക, അതിലേക്ക് വേണ്ട മസാല ആഡ് ചെയ്യുക, റൈസ് സെപ്പറേറ്റ് വേവിച്ചെടുക്കുക. അമ്മ നോൺ വെജ് കഴിക്കാത്തത് കൊണ്ട് അമ്മയ്ക്ക് പ്രത്യേകം ഫ്രൈഡ് റൈസ് വേറെ അതിൽ നിന്ന് തന്നെ ആക്കി പെട്ടെന്ന് തന്നെ ടേബിൾ സെറ്റ് ചെയ്തു. വൈൻ നമ്മൾ ഓൾറെഡി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് സെറ്റ് ചെയ്തു. കേക്ക് ഉണ്ടായിരുന്നു, ഒരു ഐസ്ക്രീം കൂടി വാങ്ങിച്ചു. ഫൈനലി അങ്ങനെ ബീഫ് ബിരിയാണി പ്രതീക്ഷിച്ചതിനെക്കാട്ടി പൊളിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു. എല്ലാവരും ഹാപ്പിയായി, വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. അങ്ങനെ സന്തോഷത്തിൽ എല്ലാവരും പിരിയുകയും ചെയ്തു. ഞങ്ങളുടെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുന്നു. ബൈ, സീ യു സൂൺ, ടേക്ക് കെയർ.